പോലീസ് ഉദ്യോഗസ്ഥന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീഷണി കേൾക്കുമ്പോൾ ഇത് ഉണ്ടാക്കി പറയുകയാണ് എന്ന് കരുതരുത്. ഇത് സംഭവിച്ച കാര്യമാണ്. പാലക്കാട് തേനാരി മണ്ഡലം RSSന്റെ തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖായിട്ടുള്ള സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ അബ്ദുൾ സലാമാണ് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഈ ഭീഷണി മുഴക്കിയത്. ചില്ലറ ഭീഷണിയൊന്നുമല്ല മുഴക്കിയത്. നീയും കേസിലെ സാക്ഷിയല്ലേ, എനിക്കെതിരെ നീ മൊഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥോക്തിയിൽ നിർത്തുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ചു നോക്കണം, ഇത് എന്ത് കേരളമാണ്? ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഇവിടെ ആഭ്യന്തരം കൈയാളുന്നത് ആരാണ്? ഇവിടെ ആർക്കാണ് സ്വാധീനം? പോലീസിനാണോ അതോ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കാണോ അതോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരർക്കാണോ? നമ്മൾ പറയും വളരെ പ്രബുദ്ധരാണ് കേരളം എന്നൊക്കെ. ഒരു കോടതി വരാന്തയിൽ വെച്ചുകൊണ്ട് ഒരു PFI ഭീകരന് ഇത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥനു നേരെ, അത് കേസിലെ സാക്ഷിയായിക്കോട്ടെ ആരുമായിക്കോട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രത്തോളം ആഴത്തിൽ വേരുകളുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. നിസാര കാര്യമല്ല. എത്ര PFI ഭീകരരെയാണ് ഇവിടെ വന്ന് NIA തൂക്കി എടുത്തുകൊണ്ട് പോയത് എത്ര പേരെയാണ്? എല്ലാവരും അയ്യോ ഇതൊക്കെ ഭീകരന്മാരായിരുന്നോ എന്നായിരുന്നു. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ പുതിയൊരു തരത്തിലുള്ള ട്രെൻഡാണല്ലോ നടക്കുന്നത്. അതായത് ഈ ഭീകര പ്രവർത്തനം നടത്തുന്നവർ മുഴുവനും സ്വാതന്ത്ര്യ സമര പോരാളികളൊക്കെയാണ്. ഇവിടെ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരമാണ് നടത്തുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നതുമില്ല. പക്ഷെ ഇവരെ തൊട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സാംസ്കാരിക രംഗത്തുള്ളവരുടെയും പല ബുദ്ധിജീവികളുടെയും ഒക്കെ ഇടനെഞ്ചങ്ങ് ഉരുകി ഒലിക്കും. സാധാരണക്കാരായിട്ടുള്ള ഒരു പാർട്ടി പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ഇവിടെ ആർക്കും ഒരു വേദനയും ഉണ്ടാകുന്നില്ല, ഒരു ദണ്ഡവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവര് ഇത്തരത്തിൽ ഒരു ഭീഷണി ഉയർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഇവർക്ക് എത്രത്തോളം വേരോട്ടമുണ്ട് എന്നുള്ളത്. ഇത് രാഷ്ട്രീയ പാർട്ടി ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ളവരെ ആണോ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിലുള്ളവരാണോ ഇവിടെ വാഴുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. BNS 232(1) പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. കേസിലെ എയ്ഡ് പ്രോസിക്യൂഷൻ സഹായിയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പൊ നേരത്തെ ഉദ്യോഗസ്ഥനെ എയ്ഡ് പ്രോസിക്യൂഷൻ സഹായിയിൽ നിന്ന് മാറ്റിയതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. പ്രതിഷേധങ്ങൾക്ക് ശേഷം വീണ്ടും തുടർന്ന് നിയമിക്കുകയാണ്. ഇത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ രണ്ടാം സാക്ഷിയെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണും. സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള വലിയ സീനുകളൊക്കെ കൊണ്ട് കോരിത്തരിച്ചിരിക്കുന്നവരാണ് മലയാളികൾ. പക്ഷേ സ്വന്തം നാട്ടിൽ ഈ പറയുന്ന, അതായത് ഈ ഭീകരവാദികളെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരെ പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുമ്പോൾ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഇവിടെ വന്നിറങ്ങി, നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് കാല് കുത്തിയതേ ഓർമ്മയുള്ളൂ, NIA പൊക്കിയെടുത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് പറയുന്നത് അയ്യോ അതും ഭീകരനായിരുന്നു. അവൻ്റെ തലയ്ക്ക് 7 ലക്ഷം രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. മുങ്ങിയതാണ് ഇവിടെ നിന്ന്. ജോസഫ് മാഷിന്റെ കൈവെട്ട് കേസിലെ പ്രതിയായിരുന്നു. മുങ്ങിയതാണ് ഇവിടെ നിന്ന്. അവനെ UAE-യിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ച് ഇവിടെ എത്തിച്ച് NIA പൂട്ടി. അത്രയേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NIA അങ്ങ് പൂട്ടി, വൃത്തിക്ക് വെടിപ്പായിട്ട് അങ്ങ് പൂട്ടി. ഇതല്ലേ ഇവിടെ വേണ്ടത്? പക്ഷേ ഇവിടെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞു പോയി അല്ലെങ്കിൽ ആ കാര്യം വിസ്മരിക്കുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് പറയുകയാണ്, പോലീസിലെ പച്ച വെളിച്ചം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെ ഒരു ബാൻ ചെയ്തത് കൊണ്ട് മാത്രം, അത് ഈ ഒരു
ഈ ഒരു വിങ്ങിൽ മാത്രമല്ല പല തരത്തിലും നമുക്ക് ഇടയിൽ ഇവർ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാകാം. നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നതിനേക്കാൾ പമ്മി ഇരുന്നു കൊണ്ടായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇവറ്റകൾക്കൊക്കെ സ്ലീപ്പർ സെൽ എന്ന് കൂടി നമ്മൾ പറയുന്നത്. ആരും അറിയാത്ത രീതിയിൽ വളരെ ബുദ്ധിയുള്ളവരെന്നും വിജ്ഞാനമുള്ളവരെന്നും വലിയ ഉദ്യോഗസ്ഥർ എന്നൊക്കെ കരുതുന്നവർക്കിടയിലുമൊക്കെ ഇത്തരത്തിലുള്ളവരാണ്. അപ്പോൾ ഇവരെയൊക്കെ ഭരിക്കാൻ മാത്രം പോകുന്ന തരത്തിൽ ഇവർക്ക് ഒരു പക്ഷേ ഈ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നോ ഒക്കെയും ഇവർക്ക് കൃത്യമായ പവറുണ്ട്. അല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ഒരു കോടതി വരാന്തയിൽ വെച്ച് ഇവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമോ? രണ്ടാം സാക്ഷിയെ ചെന്ന് വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമയിൽ മാത്രം കണ്ട് പരിചയിച്ച ഒരു കാര്യമാണ്. ഈ കേസ്, അതായത് സഞ്ജിത്ത് വധം, ഇത് നടത്തിയ സഞ്ജിത്തിനെ ഭാര്യയുടെ കൂടെ പോകുമ്പോൾ ഭാര്യയുടെ മുന്നിലിട്ട് കാറിലെത്തിയ 5 അംഗ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്നു ഈ ഭീകരന്മാർ. സുപ്രീം കോടതി പറഞ്ഞു ഇതിനെ എങ്ങനെ ന്യായീകരിക്കാനാണ്? ഇതെങ്ങനെ ന്യായീകരിക്കണം? സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് ഒരാളെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ വിചാരണ തുടരട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം സെൻസിറ്റീവായിട്ടുള്ള പല വിഷയങ്ങളും കടന്നു പോകുന്നുണ്ട്. പലരും പല രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇവർ പലതരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ പോലും പെടാത്ത രീതി. ഇത്രയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇവരുടെ പിൻബലം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ വീണ്ടും 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 ചിന്തിക്കണം, പുനരാലോചിക്കണം. ഇവർക്ക് വേണ്ടി വായിൽ നിന്ന് ഓരോ വാക്കെടുത്ത് പറയുന്നവരും ഇവരെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നവരും ഇവരെ പൂട്ടാൻ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കം ഇവിടെ എത്തുമ്പോൾ ഇവർക്ക് വേണ്ടി മുറവില കൂട്ടി ചുറ്റും കൂടുന്ന ആളുകളുമൊക്കെ അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവരാരും നടത്തുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമൊന്നുമല്ല, മതരാഷ്ട്രം ഉണ്ടാക്കാനാണ് ഇവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പിടിയിലായ ആ PFI ഭീകരന്റെയും ലക്ഷ്യം, അവർ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കാനായിരുന്നു 2047 അതിനുവേണ്ടി പല രീതിയിൽ പല തരത്തിൽ പല വേഷങ്ങൾ അണിഞ്ഞ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവരെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് NIA ഉൾപ്പെടെയുള്ള ഏജൻസികളിലെത്തി പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ബാൻ ചെയ്തതിന് ശേഷവും ഇവരെ ഇവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവർ ഏതെല്ലാം രീതിയിൽ പതുങ്ങിയിരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി ആലോചിക്കണം. ഇവർ എത്രത്തോളം ഇവർക്ക് ഇവിടെ സപ്പോർട്ടേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവരെ വെറുതെ വിട്ടുകൂടാ. ഇവരെ നമ്മൾ കരുതി തന്നെ ഇരിക്കണം. നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ചിന്തയിൽ പോകുന്നത് എല്ലാവരും ഒരു സമത്വ സുന്ദരമായ രീതിയിൽ ജീവിച്ചു പോകുന്നതിനെ കുറിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു വിഭാഗം ഇത്തരത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നത് മതരാഷ്ട്രത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടി സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സഞ്ജിത്തിനെ പോലുള്ള എത്ര പേരെയാണ് ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെയൊക്കെ വധം നമുക്കറിയാം അതെങ്ങനെയാണ് നടപ്പാക്കിയത് എന്നുള്ളതൊക്കെ. കരൾ അലിഞ്ഞു പോകുന്ന രീതിയിലാണ്. എത്ര ബലിദാനികളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരെയൊക്കെ എന്തിനാണ് ഈ പറയുന്ന ആളുകൾ ഇല്ലാതെയാക്കിയത്? ആ പറയുന്ന ബലിദാനികളായ ഓരോരുത്തരും സ്വന്തം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർക്ക് നേരെ ഇത്തരത്തിൽ ഓങ്ങി വടിവാൾ ഉൾപ്പെടെയുള്ളവ ഓങ്ങി അവരെ ഇല്ലാതെയാക്കുമ്പോൾ ഈ ഭീകരന്മാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഓരോരുത്തരെയും പിടികൂടേണ്ടതുകൂടി അത്യാവശ്യമായി മാറുകയാണ്.